പ്രിയമുള്ളവരെ, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധ്യത കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിലേറ്റവും ആദ്യം പരിഗണിക്കപ്പെടുന്ന പേര് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെതാണ് എന്നാണ് മാധ്യമ വിശകലനങ്ങൾ വരുന്നത്. കാരണം വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏതു നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചാലും ആ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ജനകീയതയുണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും 2001 ശേഷം നീണ്ട കാൽ നൂറ്റാണ്ടോളം കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് MLA മാരില്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നാദാപുരം പോലെ തുടർച്ചയായി ഇടതുമുന്നണിക്ക് വേണ്ടി CPI മത്സരിച്ച് വിജയിച്ചു വരുന്ന ഒരു സീറ്റിൽ പരീക്ഷിക്കും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. നാദാപുരത്ത് കഴിഞ്ഞ 2 പ്രാവശ്യവും മത്സരിച്ച് പരാജയപ്പെട്ട DCC പ്രസിഡന്റ് കൂടിയായ പ്രവീൺ കുമാറിനെ അദ്ദേഹത്തെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പരീക്ഷിക്കും എന്ന രീതിയിൽ വിശകലനങ്ങൾ വരികയാണ്. കൊയിലാണ്ടി ആയിരിക്കും അദ്ദേഹത്തിന് ഒരുപക്ഷെ പാർട്ടി നൽകുവാൻ സാധ്യതയുള്ള സീറ്റ്. കഴിഞ്ഞ 2 പ്രാവശ്യവും നേരിയ വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയനോട് പരാജയപ്പെടുന്നത്. പക്ഷേ ഇത്തവണ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ നാദാപുരത്ത് പരീക്ഷിക്കുവാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ പാർട്ടി കൊയിലാണ്ടിയിലേക്ക് നിയോഗിക്കും. മാത്രമല്ല അവിടെ നാദാപുരത്ത് ചിരപരിചിതനായ ലീഗിന് കൂടി വലിയ സ്വാധീനമുള്ള അവിടെ ലീഗിന് കൂടി അഭികാമ്യനായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരിഗണിക്കും എന്ന രീതിയിലുള്ള മാധ്യമ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അവിടെ വിജയിച്ചു വരുവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഒരു 60-70% മുല്ലപ്പള്ളി രാമചന്ദ്രന് CPI സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് അവിടെ സാധ്യതയുണ്ട് എന്ന ഒരു വിശകലനം പുറത്തു വരികയാണ്. മാത്രമല്ല വടകരയിൽ ഇപ്പോൾ MP ആയിട്ടുള്ള ഷാഫി പറമ്പിന്റെ വലിയൊരു ഇഫക്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു ജനകീയത അവിടെ പ്രതിഫലിക്കുന്നു. കൊയിലാണ്ടിയിലും കുറ്റ്യാടിയിലും നാദാപുരത്തുമൊക്കെ പ്രതിഫലിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 3-4 നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കുവാൻ കഴിയും എന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 10-25 വർഷങ്ങളായി കോഴിക്കോട് നിന്ന് കോൺഗ്രസിന് ഒരു MLA വിജയിപ്പിക്കുവാൻ കഴിയില്ല. അവിടെ നിന്ന് MP ഉണ്ടാകാറുണ്ട്. വടകരയിലും കോഴിക്കോടും ഒക്കെ വിജയിക്കുവാറുണ്ട്. 2 പാർലമെന്റ് സീറ്റുകളിലും മിക്കപ്പോഴും കോൺഗ്രസ് ആണ് വിജയിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒരു MLA ഉണ്ടാക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത് ഈ ഇലക്ഷനിലൂടെ പരിഹരിക്കുവാൻ കഴിയും എന്ന വിശകലനം തന്നെയാണ് മാധ്യമങ്ങൾ വെച്ചു പുലർത്തുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ UDF വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ വിശകലനം ചെയ്താൽ ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 UDF ആണ് ലീഡ് ചെയ്തിട്ടുള്ളത്. UDF പിന്നോക്കം പോയിട്ടുള്ളത് ഏലത്തൂര്, അതുപോലെ കോഴിക്കോട് നോർത്ത്, അതുപോലെ ബേപ്പൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ. ബേപ്പൂരിൽ അവിടെ ഒരുപക്ഷെ PV അൻവർ മത്സരിക്കുവാൻ വരും എന്ന അഭ്യൂഹം പകർന്നുണ്ട്. PV അൻവർ മുഹമ്മദ് റിയാസ് പോരാട്ടം ഉണ്ടായാൽ അവിടുത്തെ മത്സരവും കടുക്കും എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും UDF കോഴിക്കോട് ജില്ലയെ മുൻനിർത്തി വലിയ രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ തയ്യാറാക്കുന്നു എന്ന് തന്നെയാണ് വിശദീകരണങ്ങളൊക്കെ വരുന്നത്. തൽക്കാലം ഈ വീഡിയോ എവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.